നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ ജില്ലാ പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആളൂർ പഞ്ചായത്തിലെ കണ്ണിക്കരയിൽ നിർമ്മിച്ച സ്മാർട്ട് അങ്കണവാടി കുരുന്നുകൾക്കായി തുറന്നുകൊടുത്തു. ദേശീയപാതയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന രൂക്ഷമായ ഗതാഗതക്കുരുക്ക് അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച ഉപവാസ സമരം നടത്തുമെന്ന് MLA സനീഷ് കുമാർ ജോസഫ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചാലക്കുടിയുടെ സ്വന്തം കലാഭവൻ മണിക്ക് ഒടുവിൽ ജന്മനാട്ടിൽ സ്മാരകമൊരുങ്ങുന്നു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് കോടാലിയിൽ സ്വീകരണം നൽകി. കേരള ജ്യോതിഷ പരിഷത്ത് കേന്ദ്ര സമിതിയുടെ 53ാമത് വാർഷിക പൊതുസമ്മേളനവും AVS പണിക്കർ സ്മാരക സുവർണ മുദ്രാങ്കിത ദൈവജ്ഞ പുരസ്കാര സമർപ്പണവും നടന്നു. വാർത്തകൾ വിശദമായി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആളൂർ പഞ്ചായത്തിലെ കണ്ണിക്കരയിൽ നിർമ്മിച്ച സ്മാർട്ട് അങ്കണവാടി കുരുന്നുകൾക്കായി തുറന്നുകൊടുത്തു. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ അധ്യക്ഷത വഹിച്ചു. ആളൂർ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഹംസ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ് മാസ്റ്റർ, മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ജോസഫ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, പഞ്ചായത്ത് അംഗങ്ങളായ ഷൈനി തിലകൻ, ഷൈനി വർഗീസ് എന്നിവർ സംസാരിച്ചു. സാമൂഹ്യവൽക്കരണ പ്രക്രിയയുടെ ആദ്യ പരിശീലന കേന്ദ്രമായിട്ടുള്ള അംഗനവാടി ഏറ്റവും മനോഹരവും ആധുനികവുമായ രീതിയിൽ സജ്ജീകരിച്ചുകൊണ്ട് സ്മാർട്ട് അംഗനവാടി പണി തീർത്ത് ഇന്ന് സമർപ്പിക്കുകയാണ്. അതിന് പുറകിൽ പ്രവർത്തിച്ച ഏവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ അഭിനന്ദിക്കുന്നു. അവർക്കേവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഇപ്പോൾ ഈ അംഗൻവാടി നമ്മൾ വീട് പാവപ്പെട്ടവർക്ക് പണിത് കൊടുക്കുന്നത്, ലൈഫിൽ വീട് പണിത് കൊടുക്കുന്നത് 400 സ്ക്വയർ ഫീറ്റ്. ഇവിടെ വാടകയ്ക്ക് ഇപ്പൊ നമ്മൾ പ്രവർത്തിക്കുന്ന അംഗൻവാടി ഒരു 100 സ്ക്വയർ ഫീറ്റ് സ്ഥലം ഉണ്ടാവുമെന്ന് എനിക്ക് സംശയമാണ്. അല്ലേ, 100 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവാൻ ഇടയില്ല. നമ്മളിപ്പോ ഉദ്ഘാടനം ചെയ്ത് ദേശീയപാതയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന രൂക്ഷമായ ഗതാഗതക്കുരുക്ക് അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ കൊരട്ടി ജംഗ്ഷനിൽ ഉപവാസ സമരം നടത്തുമെന്ന് MLA സനീഷ് കുമാർ ജോസഫ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബെന്നി ബെഹനാൻ MP ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ കളക്ടർ, ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ എന്നിവരോട് ദേശീയപാതയിലെ നിർമ്മാണ പ്രവൃത്തികളുടെ മെല്ലെപ്പോക്കും അപാകതകളും രൂക്ഷമായ ഗതാഗതക്കുരുക്കും പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നതായും ഇതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലസന്ദർശനം നടത്തി വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടും പ്രശ്നം പരിഹരിക്കാത്തതിനാലാണ് പ്രത്യക്ഷ സമരത്തിന് തയ്യാറായതെന്ന് MLA പറഞ്ഞു. ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, ഷോൺ പെല്ലിശ്ശേരി, KV പോൾ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അതോടൊപ്പം തന്നെ കരാറുകാരൻ്റെ അതിനുള്ള യോഗ്യതകളെ കുറിച്ചൊക്കെ വലിയ സംശയങ്ങൾ കൊണ്ടുവരുന്ന സാഹചര്യം. അപ്പോൾ അടിയന്തരമായി ഈ പ്രശ്നം പരിഹരിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് ചാലക്കുടിയിലെ MLA എന്നുള്ള രീതിയിലും അതുപോലെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ വലിയ പ്രതിഷേധം 22-ാം തീയതി രാവിലെ 9 മണി മുതൽ 5 മണി വരെയുള്ള ഒരു ഉപവാസ സമരം സംഘടിപ്പിക്കുകയാണ്. ചാലക്കുടിയുടെ സ്വന്തം കലാഭവൻ മണിക്ക് ഒടുവിൽ ജന്മനാട്ടിൽ സ്മാരകം ഒരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി സംഘാടക സമിതി യോഗം ചേർന്നു. യോഗത്തിന് ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു. ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പരിപാടി വിശദീകരിച്ചു. 3 കോടി രൂപ ചെലവിൽ നഗരസഭാ ജംഗ്ഷനിൽ ദേശീയപാതയുടെ കിഴക്ക് ഭാഗത്താണ് സ്മാരകം ഉയരുന്നത്. ഏകദേശം 35 സെന്റ് സ്ഥലത്ത് 6500 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് സ്മാരകം നിർമ്മിക്കുന്നത്. 27-ാം തീയതി രാവിലെ 10 മണിക്ക് ചാലക്കുടി രാജീവ് ഗാന്ധി ടൗൺ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ
സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ശിലാസ്ഥാപനം നിർവഹിക്കും. MLA സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിക്കും. ഉദ്ഘാടന പരിപാടിക്ക് മുൻപായി നാടൻ പാട്ടുകലാകാരി പ്രസിദ്ധ ചാലക്കുടിയുടെ നാടൻ പാട്ടും അരങ്ങേറും. സ്മാരകത്തിൽ നാടൻപാട്ട് കലകളെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ട സൗകര്യങ്ങൾ, കലാഭവൻ മണിയുമായി ബന്ധപ്പെട്ട ആർട്ട് ഗാലറി എന്നിവ ഉണ്ടായിരിക്കും. സംഘാടക സമിതി യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ C. ശ്രീദേവി, പാർലമെന്ററി പാർട്ടി ലീഡർമാരായ അഡ്വക്കേറ്റ് ബിജു S. ചിറയത്ത്, CS. സുരേഷ്, അഡ്വക്കേറ്റ് KB. സുനിൽകുമാർ, മുൻ ചെയർമാൻമാരായ VO. പൈലപ്പൻ, AB. ജോർജ്, ഉഷ പരമേശ്വരൻ, സംവിധായകൻ സുന്ദർദാസ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ KV. പോൾ, MM. അനിൽകുമാർ, ആനി പോൾ, പ്രോഗ്രാം ഓഫീസർ PV. ലവ്ലിൻ തുടങ്ങിയവരും ചാലക്കുടിയിലെ വിവിധ കലാകാരന്മാരും പങ്കെടുത്തു. തുടങ്ങാനായിട്ട് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ഒരു വലിയ അഭിമാനം. ചാലക്കുടിയുടെ കലാകാരന്, പ്രത്യേകിച്ചും ചാലക്കുടിയിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥലത്ത് ദേശീയപാതയോട് ചേർന്ന് തന്നെ അതിമനോഹരമായിട്ടുള്ള ഒരു സ്മാരകം ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ നിർമ്മാണോദ്ഘാടനം അതിൻ്റെ അർത്ഥത്തിൽ തന്നെ വളരെ മികച്ച പങ്കാളിത്തം കൊണ്ടും പരിപാടിയുടെ വലിയ രീതിയിലുള്ള പ്രവർത്തനം കൊണ്ടും ഏറ്റെടുത്ത ഒന്നാണ് കലാഭവൻ മണി സ്മാരകം. നിരവധി പദ്ധതികളും കഴിഞ്ഞ ഒരു 8 വർഷത്തിനകം കേരളം സാധ്യതപ്രായമാക്കി ധാരാളം സെന്ററുകൾ നമ്മൾ ആരംഭിച്ചു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നിരവധി സെന്ററുകൾ ആരംഭിച്ചു. ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ അത്യാധുനിക ബ്ലഡ് ബാങ്കിൻ്റെയും നവീകരിച്ച OP ബ്ലോക്കിൻ്റെയും ഓഡിറ്റോറിയത്തിൻ്റെയും ഉദ്ഘാടനം മെയ് 23 വെള്ളിയാഴ്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R. ബിന്ദു നിർവഹിക്കുമെന്ന് ആശുപത്രി ഡയറക്ടർ ഡോക്ടർ ആൻറ്റു ആലപ്പാടൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇരിഞ്ഞാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിക്കും. MLA സനീഷ് കുമാർ ജോസഫ് മുഖ്യാതിഥിയായിരിക്കും. ഡയറക്ടർ ഡോക്ടർ ആൻറ്റു ആലപ്പാടൻ പദ്ധതി വിശദീകരണം നടത്തും. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, പ്രതിപക്ഷ നേതാവ് CS. സുരേഷ് തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ഡയറക്ടർ ഡോക്ടർ ആൻറ്റു ആലപ്പാടൻ, അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ നവീൻ ഊക്കൻ, ഓപ്പറേഷൻ മാനേജർ KJ പൗലോസ്, സിസ്റ്റർ ലിനി തൊടുപറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. അതിൽ ഏത് ഘടകമാണ് ഈ രോഗിക്ക് ആവശ്യമുള്ളത് എന്നുണ്ടെങ്കിൽ ആ ഘടകം കൊടുക്കുന്ന സംവിധാനം, അതാണ് ഇപ്പോൾ നമ്മൾ ബ്ലഡ് കോമ്പോണൻസ് ആയിട്ട് തിരിച്ച് കൊടുക്കുന്ന സംവിധാനമാണ് ഇപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്ത്. അത് ഈ മാസം 23-ാം തീയതി വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 മണിക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R. ബിന്ദു ഉദ്ഘാടനം ചെയ്യുന്നത് അഭിമന്യ പോളി പിതാവിൻ്റെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ വെച്ച്. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് JB മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് കോടാലിയിൽ സ്വീകരണം നൽകി. മഹിളാ കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് ഷീല വിപിനചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. മുൻ MP രമ്യ ഹരിദാസ്, KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആൻ സെബാസ്റ്റ്യൻ, സ്വപ്ന രാമചന്ദ്രൻ, T. നിർമ്മല, TM ചന്ദ്രൻ, ഷാഫി കല്ലുപറമ്പിൽ, രജനി സുധാകരൻ, മോളി തോമസ്, ശാലിനി ജോയ്, ഫൈസൽ ഇബ്രാഹിം, CH സാദത്ത്, ലിൻഡോ പള്ളിപ്പറമ്പൻ, രഞ്ജിത്ത് കൈപ്പള്ളി, സായുജ് സുരേന്ദ്രൻ, ഷൈനി ബാബു, തങ്കമണി മോഹനൻ എന്നിവർ സംസാരിച്ചു. പ്രസ്ഥാനത്തോട് കാണിക്കുന്ന ആത്മാർത്ഥതയും സ്നേഹവും നിങ്ങളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശക്തി എന്ന് നിങ്ങളോട് പറയുവാനും, നിങ്ങൾ തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രദേശത്തെ മുഖങ്ങൾ. ശക്തികളുടെയും പേര് പറഞ്ഞ സഖാക്കൾ കേരളം ഭരിക്കുമ്പോ ഇങ്ങനെ ഒരു യാത്രയ്ക്ക് അനിവാര്യതയുണ്ടോ എന്ന് ഒരുപക്ഷെ സഖാക്കൾ ചോദിക്കാം. 9 വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. സർവചരാചരങ്ങളുടെയും അറിവാണ് വേദം. വേദത്തിൻ്റെ കണ്ണാണ് ജ്യോതിഷം എന്ന് കേരള ജ്യോതിഷ പരിഷത്തിൻ്റെ 53ാമത് വാർഷിക സമ്മേളനത്തിൽ AVS പണിക്കർ സ്മാരക സുവർണ മുദ്രാങ്കിത ദൈവജ്ഞ പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് ബ്രഹ്മശ്രീ പത്മനാഭ ശർമ്മ കലുറ്റുംകര അഭിപ്രായപ്പെട്ടു. തൃശൂർ റീജിയണൽ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ ജ്യോതിഷ പരിഷത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ അധ്യക്ഷത വഹിച്ചു. വാർഷിക സമ്മേളന ചടങ്ങിൻ്റെ ഉദ്ഘാടനം സ്വാമിനി ശിവാനന്ദപുരി നിർവഹിച്ചു. കേരള ജ്യോതിഷ പരിഷത്തിൻ്റെ ജ്യോതിഷാചാര്യ ബിരുദം ജ്യോതിഷ രംഗത്തെ അദ്വിതീയരായ ജ്യോത്സ്യൻ പാമ്പാക്കുട പുരുഷോത്തമൻ നായർക്ക്, ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും, ജ്യോത്സ്യൻ ഉണ്ണികൃഷ്ണൻ പണിക്കർ പാലൂർ കളരിക്ക് സിനിമാ സംവിധായകൻ SN സ്വാമിയും നൽകി. കേരള ജ്യോതിഷ പരിഷത്തിൻ്റെ ഗുരുദക്ഷിണ സമർപ്പിക്കൽ ചടങ്ങിൽ പണ്ഡിത ശ്രേഷ്ഠൻ ജ്യോത്സ്യൻ PK ഗോപിനാഥൻ പണിക്കർക്ക് പരിഷത്ത് പ്രസിഡന്റ് നൽകി. കേരള ജ്യോതിഷ പരിഷത്തിൻ്റെ 1201-ാം ആണ്ടത്തെ വലിയ പഞ്ചാംഗത്തിൻ്റെയും ആർഷ ജ്യോതിഷ പ്രകാശിനി മാസികയുടെയും പ്രകാശനം ഈ വേദിയിൽ നടന്നു. സാഹിത്യകാരൻ CV ബാലകൃഷ്ണൻ, സംഗീത ശ്രീപതി വിദ്യാധരൻ മാസ്റ്റർ,
സിനിമാ സംവിധായകൻ AK സാജൻ, സിനിമാ സംവിധായകൻ ഷാജി കൈലാസ്, ജ്യോതിഷികളായ വിജയരാഘവ പണിക്കർ, ബാലകൃഷ്ണ പണിക്കർ ഷൊർണൂർ, ആമയൂർ വേണുഗോപാല പണിക്കർ, KA നാരായണൻ ആമ്പലൂർ, ഭാഗവതശ്രീ BB മാധവൻ നമ്പൂതിരി, ഉണ്ണിരാജൻ കുറുപ്പ്, ദേവി പ്രസാദ് തെക്കേടത്ത്, ശിവദാസ് നെല്ലങ്കര തുടങ്ങിയവർ ആശംസകൾ നേർന്നു. കേരള ജ്യോതിഷ പരിഷത്ത് സംസ്ഥാന സെക്രട്ടറി കോലഴി സുരേന്ദ്ര പണിക്കർ സ്വാഗതം ആശംസിച്ചു. കേരള ജ്യോതിഷ പരിഷത്തിൻ്റെ ട്രഷറർ മധുസൂദനൻ പീച്ചിറയ്ക്കൽ നന്ദിയും പറഞ്ഞു. തുടർന്ന് പരിഷത്ത് കുടുംബാംഗങ്ങളുടെ കലോത്സവവും നടന്നു. നിർമ്മാണത്തിലെ അപാകതയെ തുടർന്ന് ചാലക്കുടി വെട്ടുകടവ് പാലം താൽക്കാലികമായി അടച്ചു. നിർമ്മാണത്തിലെ അപാകത വെട്ടുകടവ് പാലം അറ്റകുറ്റപ്പണികൾക്കായി ഭാഗികമായി അടച്ചു. ഭാരവാഹനങ്ങൾക്ക് പരിപൂർണ നിയന്ത്രണം ഏർപ്പെടുത്തി. അപ്രോച്ച് വലിയ കുഴിയായതാണ് പ്രശ്നമായിരിക്കുന്നത്. പാലത്തിന്റെ ഒരു വശത്തുകൂടി ചെറുവാഹനങ്ങൾ കടത്തിവിട്ടാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. 2013 നിർമ്മാണം പൂർത്തിയാക്കിയ പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണത്തിലാണ് പ്രധാനമായി അപാകത കണ്ടെത്തിയിരിക്കുന്നത്. നിർമ്മാണ സമയത്ത് തന്നെ വലിയ വിവാദമായിരുന്നു അപ്രോച്ച് റോഡ് നിർമ്മാണ രീതിയെ ചൊല്ലിയാണ് തർക്കമുണ്ടായിരുന്നത്. പാലത്തിന്റെ 2 ഭാഗത്തും അപ്രോച്ച് റോഡ് താഴ്ന്ന് വലിയ കുഴിയും പാലത്തിന്റെ സ്പാകൾ അകന്ന് ദിവസം ചെല്ലുന്തോറും വലിയ കുഴിയായി മാറുകയാണ്. പാലവും അപ്രോച്ച് റോഡും തമ്മിൽ മണ്ണിട്ട് പൊക്കി വശങ്ങൾ കെട്ടി സംരക്ഷിച്ചാണ് റോഡ് നിർമ്മിക്കുന്നത്. എന്നാൽ ഇവിടെ കരിങ്കല്ലടിച്ച് പുഴയിൽ ചെളിമണ്ണും മറ്റുമിട്ടാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. പുഴയിലെ മണ്ണ് കോരിയിടുന്നത് അന്ന് വലിയ വിവാദമായിരുന്നു. അതെല്ലാം അവഗണിച്ചായിരുന്നു നിർമ്മാണം. കരിങ്കല്ലിന്റെ കൂടെയിട്ടിരിക്കുന്ന മണ്ണുകൾ ഒലിച്ചു പോയതോടെയാണ് റോഡ് താഴുവാനും കുഴി രൂപപ്പെടുവാനും കാരണമെന്ന് പറയപ്പെടുന്നു. പാലത്തിന്റെ കൈവരികൾക്ക് അടുത്തായി ഏകദേശം 8 അടിയോളം കുഴിച്ചു മാറ്റിയാണ് നിർമ്മാണ പ്രവർത്തനത്തിന് തുടക്കമിട്ടിട്ടുള്ളത്. ഇതുപോലെ 2 ഭാഗത്തും നിർമ്മാണം പൂർത്തിയാക്കണം. ഇതിനായി 10 ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. 2010 നിർമ്മാണം ആരംഭിച്ച് 2013 ഗതാഗതത്തിന് തുറന്നുകൊടുത്ത പാലം ഇതിനോടകം പലവട്ടം അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടി വന്നത് അശാസ്ത്രീയ നിർമ്മാണം മൂലമാണെന്ന് വിദഗ്ധർ പറയുന്നു. മഴക്കാലം തുടങ്ങുന്നതിനു തൊട്ടു മുൻപ് പാലത്തിലെ പണികൾ തുടങ്ങിയത് അധികാരികളുടെ അനാസ്ഥ മൂലമാണെന്നാണ് പരക്കെ ആക്ഷേപം. ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായതോടെ കഴിഞ്ഞ 2 മാസമായി ദീർഘദൂര യാത്രക്കാർ ആശ്രയിക്കുന്നത് ഈ വഴിയാണ്. അറ്റകുറ്റപ്പണികൾക്കായി ഈ സമയത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് യാത്രക്കാരെ കൂടുതൽ ദുരിതത്തിലാഴ്ത്തുമെന്നാണ് പറയപ്പെടുന്നത്. ചാലക്കുടി മേലൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന വെട്ടുകടവ് പാലം 2013 അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഈ പാലത്തിൻ്റെ പ്രദേശത്ത് വിള്ളലുകൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രിഡ്ജസ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ അടുത്ത് അത് പരിശോധിക്കാനും അറ്റകുറ്റപ്പണികൾ പണിയാൻ നടത്താനുമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 10 ലക്ഷം രൂപ വരുന്ന എസ്റ്റിമേറ്റ് തയ്യാറാക്കി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്ന് ഇതിൻ്റെ നിർമ്മാണം തുടങ്ങിയപ്പോഴാണ് ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്. അന്ന് ഈ നിർമ്മാണം നടത്തിയ സമയത്ത് വേണ്ട രീതിയിൽ ഉള്ള പരിശോധനകളോ വേണ്ട രീതിയിലുള്ള രീതിയിൽ ഇതിൻ്റെ നിർമ്മാണം നടന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,742 രൂപ, പവന് 77,936 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
തൃശൂർ ജില്ലാ പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആളൂർ പഞ്ചായത്തിലെ കണ്ണിക്കരയിൽ നിർമ്മിച്ച സ്മാർട്ട് അങ്കണവാടി കുരുന്നുകൾക്കായി തുറന്നുകൊടുത്തു. ദേശീയപാതയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന രൂക്ഷമായ ഗതാഗതക്കുരുക്ക് അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച ഉപവാസ സമരം നടത്തുമെന്ന് MLA സനീഷ് കുമാർ ജോസഫ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചാലക്കുടിയുടെ സ്വന്തം കലാഭവൻ മണിക്ക് ഒടുവിൽ ജന്മനാട്ടിൽ സ്മാരകമൊരുങ്ങുന്നു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് കോടാലിയിൽ സ്വീകരണം നൽകി. കേരള ജ്യോതിഷ പരിഷത്ത് കേന്ദ്ര സമിതിയുടെ 53ാമത് വാർഷിക പൊതുസമ്മേളനവും AVS പണിക്കർ സ്മാരക സുവർണ മുദ്രാങ്കിത ദൈവജ്ഞ പുരസ്കാര സമർപ്പണവും നടന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.